ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്പീക്കർ, ബൂഫർ, സബ് ബൂഫർ ഇതിൻ്റെയൊക്കെ കോൺ പേപ്പർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കാണുന്ന പഴയൊരു ഹോം തിയേറ്ററിൽ ഉപയോഗിച്ച 6 ഇഞ്ചിൻ്റെ സബ് ബൂഫർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സബ് ബൂഫറിൻ്റെ ഒറിജിനൽ കോൺ പേപ്പറും ഇതിൻ്റെ കണക്ടറൊക്കെ എലി വെട്ടി കളഞ്ഞായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിലിട്ടേക്കുന്നത് സബ് ബൂഫറിൻ്റെ കോൺ പേപ്പറല്ല, ഇത് ബൂഫറിന് ഉപയോഗിക്കുന്ന കോൺ പേപ്പറാണ്. ഞാൻ ഈ ഒരു സബ് ബൂഫറിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ കോൺ പേപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് പഠിച്ചത്. ഇതൊക്കെ ഞാനിവിടെ ലോക്ക്ഡൗൺ സമയത്ത് ചെയ്തെടുത്താണ്. ഇപ്പോൾ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ഈ പഴയ കോൺ പേപ്പർ മാറിയിട്ട് സബ് ബൂഫറിന് ഉപയോഗിക്കുന്ന ഈ ഒരു കോൺ പേപ്പർ തന്നെ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു 6 ഇഞ്ചിൻ്റെ സബ് ബൂഫറിൻ്റെ ഈ ഒരു കോൺ പേപ്പർ ഞാനിവിടെ വാങ്ങിയത് തൊടുപുഴയിലുള്ള ഹൈടെക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ്. ഈ ഒരു കോൺ പേപ്പറിന് 70 രൂപയാണായത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഡസ്റ്റ് ആപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡസ്റ്റ് ആപ്പിന് 5 രൂപയാണായത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെയറുകളൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ പാർട്സ് ഇടുന്ന ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് സ്പീക്കറോ ബൂഫറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്വയമേ റിപ്പയർ ചെയ്തെടുക്കാം. ആദ്യമേയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും. നമ്മൾ 2-3 ചെയ്ത് കഴിയുമ്പം ഓക്കെ വരും. ഞാനിവിടെ ആദ്യമേ ഇതിലേക്കാണ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും ഇതിലൊരുപാടുണ്ട്. അതുപോലെ ഈ ഒരു സബ് ബൂഫറിൻ്റെ കണക്ടർ വയറും എലി വെട്ടി കളഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ലോക്ക്ഡൗണൊക്കെ ആയ സമയത്ത് പുതിയ കണക്ടറൊന്നും മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ വയറിൻ്റെ ഒരു കമ്പി ഓർന്നെടുത്ത് സ്പ്രിങ് പോലെ, അതായത് റീഫില്ലർ ചെറുതായിട്ട് ഇങ്ങനെ റിങ് പോലെ ചുറ്റിയെടുത്ത് ഞാനിങ്ങനെ കണക്ട് ചെയ്തൊക്കെയാണ് അന്ന് ഉപയോഗിച്ചത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബൂഫറിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു റബ്ബർ ബീഡിങ് ഇതെല്ലാം കുത്തി ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അന്ന് ചെയ്ത സമയത്ത് ഫെവിക്കോളൊക്കെ ഉപയോഗിച്ചാണ് ഒട്ടിച്ചത്. അന്ന് ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് വേറെ വകുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ഇനി ഈ പഴയ കോൺ പേപ്പർ ഇതെല്ലാം നമ്മൾ കുത്തിക്കീറി കളയാൻ പോവുകയാണ്. ഇതിൽ നിന്ന് ഈ ഒരു കോൺ പേപ്പർ കോയിൻ്റെ സൈഡിൽ കൂടെ ഒട്ടിച്ചേക്കുന്നത് ഇത് ചെറുതായിട്ടൊന്ന് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ബൂഫറിൻ്റെയും സബ് ബൂഫറിൻ്റെയും അതുപോലെ സ്പീക്കറിൻ്റെ എല്ലാം കോയിലിൻ്റെ ആ ഒരു 2 ലീഡുകൾ അത് ഈ ഒരു കോൺ പേപ്പറെ കൂടെ ആയിരിക്കും വരുന്നത്. കോൺ പേപ്പറിന് ഹോളൊക്കെ ഇട്ടാണ് അടിയിലേക്ക് കണക്ടറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലങ്ങനെ ഒരു കോയിലിൻ്റെ ലീഡൊന്നും കാണാത്തത് നേരത്തെ ഞാനിത് കുത്തിപ്പൊളി ചെയ്തേക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനലുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചാനലുകളിൽ നോക്കിയാൽ മതി. ഇപ്പോൾ പഴയ കോൺ പേപ്പറിൽ നിന്ന് കോയിലിൻ്റെ ആ ഒരു കണക്ഷനൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നവരെ ചെയ്താൽ മതി. ഈ കാണുന്ന ഈ പോർഷൻ ഇത് പഴയ കോൺ പേപ്പറിൻ്റെയാണ്. അപ്പോൾ ഇത് മാത്രം ഇങ്ങനെ നിർത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ പുതിയ കോൺ പേപ്പർ വെച്ച് ചേർത്ത് ഒട്ടിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു കോയിലിന് ചുറ്റും ഇതുപോലെ പൊടി പോലെയൊക്കെ ഉണ്ടെങ്കിൽ സൗണ്ട് പതറിപ്പോവും ഇത് കടന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പഴയ സബ് ബൂഫറും ബൂഫറൊക്കെ റിപ്പയർ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം മാറുന്നതാണ് നല്ലത്. കോൺ പേപ്പറിനോടൊപ്പം തന്നെ സ്പൈഡറും അതുപോലെ കോയിലൊക്കെ മാറുവാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോയിലിനിടയിലുള്ള ചെറിയ രീതിയിലുള്ള പൗഡർ പോലെയുള്ള പൊടികൾ ഇതൊക്കെ ഞങ്ങളെല്ലാം കുത്തിച്ച് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിമിന് ചുറ്റിനുള്ള പഴയ പേപ്പറൊക്കെ ഒട്ടിച്ചതിൻ്റെ പശ അതെല്ലാം നമുക്ക് കുത്തി ഇളക്കി കളയാൻ നന്നായിട്ട് ക്ലിയർ ചെയ്ത്. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോയിലിന് ചുറ്റിനുള്ള പൊടിയൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ രീതി ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഞാനിവിടെ ഈ ഒരു സബ് ബൂഫർ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്ത് പാട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ ഒരു കോയിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് ചുറ്റിനുള്ള പൊടികളൊക്കെ പുറത്തേക്ക് വെക്കോളും. ബൂഫർ ഇതുപോലെ കമത്തി വെച്ചിട്ട് കുറച്ചേരം പാട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് പുതിയ കോൺ പേപ്പർ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഫിബി ബോണ്ടാണ്. അപ്പോൾ ഇതിന് ചെറിയ ട്യൂബിന് 15 രൂപയുള്ളൂ. അപ്പോൾ ഈ ഒരു പശ ആദ്യമേ കോയിലിന് ചുറ്റിനും നന്നായിട്ട് റൗണ്ട് ചെയ്ത് പശ ഇടുക. കോയിൽ, സ്പൈഡർ, കോൺ പേപ്പർ, ഡസ്റ്റ് ആപ്പ് ഇതെല്ലാം മാറുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനൽ ചെയ്തേക്കുന്നതാണ്. അതുപോലെ ഈ ഒരു കോയിലിൻ്റെ മുകളിൽ നമ്മൾ പശ ഇടുന്നുണ്ട് നന്നായിട്ട് പുതിയ കോൺ പേപ്പറിൻ്റെ അടിയിൽ ചേർന്ന് നോട്ടാനായിട്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു ഫ്രെയിമിന് ചുറ്റിനും ഇതോടൊപ്പം തന്നെ പശ ഇടണം റൗണ്ട് ചെയ്ത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു കോൺ പേപ്പർ കൂടെ ചേർത്ത് വെച്ച് ഒട്ടിച്ചാൽ മതി. കോൺ പേപ്പർ ഇതിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് മുന്നോട്ടും പുറകോട്ടൊന്ന് കറക്കുകയാണെങ്കിൽ പശ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിക്കോളും. ഇനി അടുത്തായിട്ട് മൈനസ് സ്ക്രൂഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെയൊന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലായിടവും ചേർന്നിരുന്ന് ഒട്ടാനായിട്ടാണ്. ഇനി അടുത്തായിട്ട് ഈ ഒരു കോൺ പേപ്പറും കോയിലും തമ്മിൽ ജോയിൻ്റ് ആകുന്ന ഈ ഒരു പോർഷൻ ഇവിടെയും പശ ഇട്ട് കൊടുക്കണം നന്നായിട്ട് കട്ടിക്ക്. ഉള്ളിലേക്ക് പശ ഇറങ്ങാത്ത രീതി വേണം ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ആർക്കും സ്വയമേ ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇങ്ങനെയുള്ള സ്പീക്കറും ബൂഫറൊക്കെ സർവീസ് ചെയ്യുന്ന ആളുകൾ തന്നെ വളരെ കുറവാണ് നമ്മുടെ നാടുകളിലൊക്കെ. പിന്നെ സർവീസ് സെൻ്ററുകളിലൊക്കെ ആണെങ്കിലും അതൊക്കെ പ്രൊഫഷണൽ സൗണ്ട് സിസ്റ്റത്തിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ സ്പീക്കറുകളൊക്കെയാണ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ഡസ്റ്റ് ആപ്പും കൂടെ ചേർത്ത് വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇതിന് ചുറ്റിനും നന്നായിട്ട് പശ ഇടുക. ഇനി ഈ കോൺ പേപ്പറിൻ്റെ സെൻറ്ററിൽ വെച്ച് ചേർത്ത് വെച്ച് ഒട്ടിച്ചാൽ മതി. ഇതൊന്ന് കറക്റ്റ് ചേർന്നിരുന്ന് ഒട്ടാനായിട്ട് കുറച്ച് നേരത്തേക്ക് ഇതിൻ്റെ മുകളിൽ വെയിറ്റ് എന്തെങ്കിലും വെക്കുവാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഫൈനലായിട്ട് നമ്മുടെ ഈ സബ് ബൂഫറിൻ്റെ എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സബ് ബൂഫർ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ കൂടെ ആ ഒരു നമ്മൾ ആദ്യമേ കുത്തികളെ കളഞ്ഞ റബ്ബറിൻ്റെ ചെറിയ പീസുകൾ അത് ചേർത്ത് വെച്ച് ഒട്ടിക്കാറില്ല. അങ്ങനെ അതും കൂടി ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺ പേപ്പറിൻ്റെ എൻക്ലോഷർ അതിൽ വരഞ്ഞിട്ട് സൗണ്ട് പതറിപ്പോവും. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സബ് ബൂഫറിൻ്റെയും അതുപോലെ സ്പീക്കർ, ബൂഫർ ഇതിൻ്റെ എല്ലാം കോൺ പേപ്പറൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. കോൺ പേപ്പറിൻ്റെ മുകളിൽ കോയിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അത് നമ്മുടെ ഈ മെയിൻ ചാനലുകൾ നോക്കിയാൽ മതി. അതുപോലെ ഫെവി ബോണ്ട് പശ ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം കൂടുതലെടുക്കും. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫിബി ബോണ്ട് പശ അത് ഹാർഡ്വെയർ ഷോപ്പുകളിലും ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സ്പെയർ പാർട്സ് ഇടുന്ന ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് വർക്ക് ചെയ്യിച്ചും കൂടി ഒന്ന് കേൾപ്പിക്കാം. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് അധികം പാട്ടൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. ഇപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങളോ നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.